my dear students, my dear children. We are starting a new class of our chapter 1, weather and climate. പ്രിയപ്പെട്ട കുട്ടികളെ, വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള നമ്മുടെ ചാപ്റ്ററിലെ ദ എലമെൻറ്റ്സ് ഓഫ് വെതർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് വെതർ നമുക്കറിയാം, അത് ഒരു 6 or 7 എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചാപ്റ്റർ ലെങ്തിയാണ്. അതുകൊണ്ട് നമ്മുടെ ചാപ്റ്ററിൽ ഇനി ഒരു ക്ലാസ് കൂടി വേണ്ടി വരും. അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോക്കൽ വിൻസ് ആൻഡ് വേരിയബിൾ വിൻസ്. നമുക്കറിയാം, വിൻസ് എന്നുള്ളത് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് വെതറിലെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് വിൻഡ്. അപ്പോൾ വിൻഡ് തന്നെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. വിൻഡ് തന്നെ പല കാറ്റഗറി, പല ടൈപ്പ് വിൻസ് ഉണ്ട്. അതിലെ 2-3 ടൈപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ടൈപ്പ് നമ്മൾ പാർട്ട് 6 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ അവസാനത്തെ 2 ടൈപ്പ് ഓഫ് വിൻസ് ആണ് പഠിക്കുക, ലോക്കൽ വിൻസ് ആൻഡ് വേരിയബിൾ വിൻസ്. നമുക്കത് നോക്കാം, എന്താണ് ഈ ലോക്കൽ വിൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് കയറാം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നു, നിങ്ങൾക്കൊരു ഇൻഫർമേഷനാണ്. നിങ്ങളുടെ ഓണം എക്സാം, അതായത് ഫസ്റ്റ് ടൈം എക്സാം നമ്മുടെ ഓഗസ്റ്റ് 10 സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് 21 ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഗസ്റ്റിലെ പോർഷൻസ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചു വെക്കുക. നമുക്ക് നമ്മുടെ സോഷ്യൽ സയൻസ് 1, അതായത് നമ്മുടെ ഹിസ്റ്ററി ചാപ്റ്ററുകളിൽ നിന്ന് ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 3 ചാപ്റ്റേഴ്സും, അതുപോലെ തന്നെ ജോഗ്രഫിയുടെ പുസ്തകത്തിൽ നിന്നും, അതായത് സോഷ്യൽ സയൻസ് 2-ൽ നിന്നും ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചാപ്റ്റർ 3, നമ്മുടെ ജോഗ്രഫി ചാപ്റ്റർ 3 നമുക്ക് 2ാം ടൈമിലേക്കുള്ള അതിൻ്റെ സ്കീമിലാണ് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ചാപ്റ്റേഴ്സാണ് ടോട്ടലി നമ്മുടെ ഓണം എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. എല്ലാം നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നമുക്കെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ചാനൽ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് വീഡിയോകൾ കണ്ടു പഠിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരികയാണ്. ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നമുക്കറിയാം, നമ്മുടെ ഈ പുസ്തകം കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് അവതരിച്ചത്. അപ്പം ആ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട്. എല്ലാം നിങ്ങൾ കണ്ടു പഠിക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളെ നമ്മുടെ ചാനൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഈ വർഷം നിങ്ങൾക്ക് 2-3 വീഡിയോകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, അതായത് എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നു. എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം എടുത്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. വാട്ട് ആർ ലോക്കൽ വിൻസ്? എന്താണ് ഈ ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോക്കൽ ഡിഫറൻസസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആർ കോൾഡ് ലോക്കൽ വിൻസ്. ലോക്കൽ ഡിഫറൻസസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് ഒരു ലൊക്കാലിറ്റിയിലെ, ഒരു ചെറിയൊരു പ്രദേശത്തെ, ചെറിയൊരു റീജിയനിലെ ഒരു ലൊക്കാലിറ്റിയിലെ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസസും അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസസും. എന്താണ് പ്രഷർ ഡിഫറൻസ്? നമുക്കറിയാം, നമുക്ക് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് എപ്പോഴും വിൻഡിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്. അത് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു എ ലോ പ്രഷർ ഏരിയ. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു പ്രദേശത്ത് ഹൈ പ്രഷറും അടുത്തൊരു പ്രദേശത്ത് ലോ പ്രഷറും ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എയർ ഫ്ലോ ഉണ്ടാകും, വിൻഡിൻ്റെ ഒരു വിൻഡുണ്ടാകും അല്ലേ? അതിനെയാണ് നമ്മൾ ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന വിൻഡാണ് ലോക്കൽ വിൻഡ്. ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ് അതിൻ്റെ റീസൺ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ലോക്കൽ വിൻഡ്സ് ആർ പീരിയോഡിക് ഇൻ നേച്ചർ. മിക്കവാറും എല്ലാ ലോക്കൽ വിൻഡുകളും
പീരിയോഡിക് വിൻഡുകളായിരിക്കും. നമുക്കറിയാം പീരിയോഡിക് വിൻഡ് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും വാലി ബ്രീസും മൗണ്ടൻ ബ്രീസും ഒക്കെ പീരിയോഡിക് വിൻഡുകൾക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ലോക്കൽ വിൻഡുകളും പീരിയോഡിക് ആയിരിക്കും. ചിലതൊക്കെ സമ്മറി വരും അല്ലേ. നമ്മൾ ലൂ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇന്ത്യയിൽ വീശുന്ന ഒരു ഹോട്ട് വിൻഡാണ്, ഒരു ലോക്കൽ വിൻഡാണ് ലൂ. അപ്പോൾ ഈ ലൂ ഒക്കെ മിക്കവാറും അത് ഉണ്ടാകുന്നത് ഒരു മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ മാസങ്ങളിലൊക്കെയാണ്. എന്തുകൊണ്ടാണ്? അതൊരു ഹോട്ട് വിൻഡ് ആയതുകൊണ്ട് സമ്മറിലാണ് അത് സാധാരണ ഉണ്ടാകുന്നത്. കാരണം ആ സമയത്താണ് ആ ലൊക്കാലിറ്റിയിൽ ഈ ലൂ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ്, പ്രഷർ ഡിഫറൻസ്, അതാണ് ഈ ലൂ ഒക്കെ ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ലോക്കൽ വിൻഡാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു വേനലവധി കാലത്തെ, അതായത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ മാങ്ങയൊക്കെ ധാരാളമായിട്ട് ഈ കാറ്റടിക്കുമ്പോൾ പൊഴിഞ്ഞു വീഴും. അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുത്ത പേരാണ് മാംഗോ ഷവർ. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന സമയം ഏതാണ്? ആ ഒരു സമ്മറാണ് അല്ലേ, സമ്മർ സീസണാണ്, ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ലോക്കൽ വിൻഡ്സ് ആർ പീരിയോഡിക് ഇൻ നേച്ചർ. ദീസ് വിൻഡ്സ് ആർ നോൺ ബൈ ലോക്കൽ റീജിയണൽ നെയിംസ്. ലോക്കൽ വിൻഡ്സിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ മാംഗോ ഷവർ, ലൂ അല്ലേ, ഇന്ത്യയിലെ ലോക്കൽ വിൻഡ്സ് ആണ് ഇതൊക്കെ. അതിനെങ്ങനെയാണ് പേര് കിട്ടുക? ആ ലോക്കൽ, അതിൻ്റെ നമുക്കറിയാം സാധാരണ നമ്മൾ വിൻഡുകൾക്ക് പേര് കൊടുക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ്. സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. എന്നാൽ ലോക്കൽ വിൻഡുകൾക്ക് ആ ലൊക്കാലിറ്റിയിലെ ആളുകൾ കൊടുക്കുന്ന ചില പേരുകളാണ് അതിനുള്ളത്. ലോക്കൽ റീജിയണൽ നെയിംസ്, ലോക്കൽ റീജിയണൽ നെയിംസ്. ഓക്കെ. അപ്പോൾ ദീസ് വിൻഡ്സ് ആർ നോൺ ബൈ ലോക്കൽ റീജിയണൽ നെയിംസ്. ഓക്കെ. ഇനി ലോക്കൽ വിൻഡുകളുടെ നെയിമിലേക്ക് നമുക്ക് വരാം. നമുക്കൊരു ലിസ്റ്റ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. കാരണം എന്താണ്? ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? ഇത് ഹോട്ട് വിൻഡാണോ കോൾഡ് വിൻഡാണോ, ഇത് ഏത് കോണ്ടിനെൻറ്റിലാണ് ഉണ്ടാവുക, ഏതാണ് അതിൻ്റെ കൺട്രി, ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റിൽ തന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ലോക്കൽ വിൻഡാണ് ലൂ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ് ലൂ കാണപ്പെടുക. അതൊരു ഹോട്ട് വിൻഡാണ്, ഹോട്ട് വിൻഡ്. ഓക്കെ. ദെൻ ചിനുക്, സ്ലോപ്സ് ഓഫ് റോക്കി മൗണ്ടൻ ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടൻ്റെ സ്ലോപ്സിലൊക്കെ കാണുന്ന ഒരു ലോക്കൽ വിൻഡാണ് ചിനുക്, ഡ്രൈ ഹോട്ട് വിൻഡ്, ഡ്രൈ ഹോട്ട് വിൻഡ്. അപ്പോൾ ഈ ചിനുക്ക് വരുമ്പോൾ ആ ലൊക്കാലിറ്റിയിൽ റോക്കി മൗണ്ടൻ ഏരിയയിലുള്ള ആട്ടിടയന്മാർക്കൊക്കെ ഷെപ്പേർഡ്സിനൊക്കെ വളരെ സന്തോഷമാണ്. കാരണം എന്താണ്? അവിടെയുള്ള മഞ്ഞൊക്കെ ഉരുകിപ്പോയിട്ട് ഈ ചിനുക്ക് വരുന്നതോടുകൂടി മഞ്ഞൊക്കെ ഉരുകിപ്പോവുകയും അവിടെ പുല്ല് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഷീപ്പുകൾക്കൊക്കെ ആടുകൾക്കൊക്കെ മേയാനുള്ള ഫുഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിനുക്കിനെ നമ്മുടെ ഷെപ്പേർഡ്സ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ലോക്കൽ വിൻഡാണ് ചിനുക്ക്. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നോ, നിങ്ങളിത് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. അതൊരു ഹോട്ട് ഡ്രൈ വിൻഡാണ് ചിനുക്ക്. ഓക്കെ. അതെവിടെയാണ് ഉണ്ടാവുക? ഏത് കോണ്ടിനെൻ്റാണ്? നോർത്ത് അമേരിക്ക. അപ്പോൾ ലൂ ഇന്ത്യയിലാണ്, ചിനുക്ക് നോർത്ത് അമേരിക്കയിലാണ്. അടുത്ത് നോക്കിക്കേ ഫൊൻ. ഫൊൻ എന്ന് പറയുന്നത് സ്ലോപ്സ് ഓഫ് ആൽപ്സ് മൗണ്ടൻ ഇൻ യൂറോപ്പ്. അടുത്ത കോണ്ടിനെൻ്റാണ്. യൂറോപ്യൻ കോണ്ടിനെൻറ്റിലെ ആൽപ്സ് മൗണ്ടൻ്റെ സ്ലോപ്സിലൊക്കെ കാണുന്ന ഒരു നമ്മുടെ ലോക്കൽ വിൻഡാണ് ഫൊൻ. അതും ഒരു ഡ്രൈ ഹോട്ട് വിൻഡാണ്. അവിടെയും ഈ വിൻഡ് ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു വിൻഡാണ്. കാരണം എന്താണ്? അവിടെ മഞ്ഞൊക്കെ ഉരുകിപ്പോകാൻ ഫൊന്നും സഹായിക്കും. ദെൻ ഹർമാറ്റൻ. ഹർമാറ്റൻ എന്ന് പറയുന്ന ലോക്കൽ വിൻഡ് ആഫ്രിക്കയിലാണ്. ആഫ്രിക്ക സഹാറ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു ലോക്കൽ വിൻഡാണ് ഹർമാറ്റൻ ഇൻ ആഫ്രിക്ക. അത് റിലീഫ് ടു ഇൻറ്റൻസ് ഹീറ്റ്. ഈ ഹർമാറ്റൻ വരുന്നതോടുകൂടി ഈ നമുക്കറിയാം ഡെസേർട്ട്സിലൊക്കെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. വളരെ എന്താണ് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാകുക. സഹാറ ഡെസേർട്ടിലെ ആ ഇൻറ്റൻസ് ഹീറ്റിന് ഒരു ആശ്വാസം കൊടുക്കുന്നതാണ് ഹർമാറ്റൻ. അതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്നത്, ആഫ്രിക്കയിലെ അവിടുത്തെ ട്രൈബൽ പീപ്പിൾ വിശ്വസിക്കുന്നത് ഈ ഹർമാറ്റൻ അവർക്ക് പല രോഗങ്ങൾക്കും ശമനം കൊടുക്കുമെന്നാണ്. പല രോഗങ്ങൾക്കും അവർക്ക് ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ അവരതിനെ ഡോക്ടർ ഹർമാറ്റൻ എന്ന് വിളിക്കാറുണ്ട്. ഡോക്ടർ ഹർമാറ്റൻ. ഇത് നിങ്ങളോട് പറഞ്ഞ എന്തിനാണെന്നോ, സഹാറ ഡെസേർട്ടിൽ ആഫ്രിക്കയിലാണെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ലൂ, ചിനുക്,
ഫൊൻ, ഹർമാറ്റൻ. ലൂവും ചിനുക്കും ഫൊന്നും ഡ്രൈ ഹോട്ട് വിൻഡാണ്. ഹർമാറ്റൻ എന്നാൽ അങ്ങനല്ല, ഹീറ്റിന് കുറച്ച് ആശ്വാസം കൊടുക്കുന്ന വിൻഡാണ്. ലൂ എവിടെയാണ്? ഇന്ത്യയിലാണ്. ചിനുക്ക് എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ്. ഫൊൻ എവിടെയാണ്? അത് യൂറോപ്പിലാണ്. ഹർമാറ്റൻ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ്ങിനും വൺ വേർഡ് എഴുതാനും ഒക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ, എങ്ങനെയാണ് ചോദിക്കുക? സഹാറ ഡെസേർട്ടിൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ലോക്കൽ വിൻഡ് ഏതാണ്? നമുക്ക് ആൻസർ അറിയാം, ഹർമാറ്റൻ. ഓക്കെ, അടുത്തത് വേരിയബിൾ വിൻഡ്സ്. വിൻഡ്സിൻ്റെ ഒരു ലാസ്റ്റ് കാറ്റഗറി ആണെന്ന് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് കാറ്റഗറി വിൻഡാണ് വേരിയബിൾ വിൻഡ്സ്. വിൻഡ്സ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് വിച്ച് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഓർ ഡയറക്ഷൻ കനോട്ട് ബി പ്രെഡിക്റ്റഡ് ആർ കോൾഡ് വേരിയബിൾ വിൻഡ്സ്. വിൻഡ്സ് ഷോർട്ട് ഡ്യൂറേഷൻ, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന വിൻഡുകളാണ് ഈ വേരിയബിൾ വിൻഡ്സ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? കനോട്ട് ബി പ്രഡിക്റ്റഡ്. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള വിൻഡുകളെയാണ് വേരിയബിൾ വിൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ വിൻഡ്സിന് 3 പ്രത്യേകതയാണ് കാണുക. അത് ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, ഇൻറ്റൻസിറ്റി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, ഡയറക്ഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. സൗത്ത് വെസ്റ്റ് മൺസൂൺ നമുക്കറിയാം സൗത്ത് വെസ്റ്റിൽ നിന്ന് വരുമെന്നുള്ളത് ഉറപ്പാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ മൗണ്ടൻ ബ്രീസ് മൗണ്ടനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വാലി ബ്രീസ് വാലിയിൽ നിന്നാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഈ പറയുന്ന വേരിയബിൾ വിൻഡ്സ് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസുമാണ് എക്സാമ്പിൾ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സൈക്ലോൺസ് എന്ന് പറയുന്നത് വരുന്നതിൻ്റെ ഡയറക്ഷനോ അതിൻ്റെ ഡ്യൂറേഷനോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വന്നു, അത് എത്ര നേരം നിൽക്കും, എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കും, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ വരുന്ന വിൻഡുകളാണ് വേരിയബിൾ വിൻഡ്സ്. എക്സാമ്പിൾ എന്താണ്? സൈക്ലോണുകളും ആൻറ്റി സൈക്ലോണുകളും. എന്താണ് സൈക്ലോൺ, എന്താണ് ആൻറ്റി സൈക്ലോൺ? നമുക്കത് പഠിക്കണ്ടേ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സൈക്ലോൺ എടുക്കാം. എന്താണ് സൈക്ലോൺസ്? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെന്നല്ല, കേരളം നമുക്കറിയാം സൈക്ലോണുകൾക്ക് നമ്മൾ അത്ര നമുക്ക് ബാധിക്കുകയില്ല. കാരണം എന്താണ്? നമ്മുടെ ജോഗ്രാഫിക്കൽ പൊസിഷനാണ് അതിൻ്റെ കാരണം. സൈക്ലോണുകൾ കൂടുതലും വെസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങൾക്കാണ് കൂടുതലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. എന്നാലും നമ്മളിത് വായിച്ചും കേട്ടും കണ്ടും ടി വിയിലൊക്കെ കണ്ടും നമുക്ക് വളരെ പരിചയമുള്ള കാര്യങ്ങളാണ് ഈ സൈക്ലോൺസ്. വാട്ട് ആർ സൈക്ലോൺസ്? Cyclones are low pressure systems towards which winds whirl from the surroundings. അപ്പോൾ സൈക്ലോണുകൾ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? ലോ പ്രഷർ സിസ്റ്റം അറ്റ് ദ സെൻറ്റർ. ഒരു ഭാഗത്തെ ലോ പ്രഷർ സിസ്റ്റം ഉണ്ടാവുകയും അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ എന്ത് പ്രഷർ സിസ്റ്റം ആയിരിക്കണം? ഹൈ പ്രഷർ ആയിരിക്കും. സറൗണ്ടിങ്സിൽ ഹൈ പ്രഷറും ഒരു സെൻറ്റർ ഭാഗത്ത് ലോ പ്രഷറും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വേൾ വിൻഡ്സ് വേൾ ഫ്രം സറൗണ്ടിങ്സിൽ നിന്നും വിൻഡ് വേൾ ചെയ്ത് വരുന്നു. എന്താണ് വേൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ കറങ്ങി വരുന്നു, ചുഴഞ്ഞു വരുന്നു അല്ലേ? ചുഴലിക്കാറ്റ്, നമ്മൾ പറയുന്ന ചുഴലിക്കാറ്റാണ് ഈ പറയുന്ന സൈക്ലോൺസ്. അപ്പോൾ സറൗണ്ടിങ്സിലെ ഹൈ പ്രഷറും ഒരു സെൻറ്റർ പോർഷനിലെ ഒരു ലോ പ്രഷർ സിസ്റ്റവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും ഉണ്ടാകുന്നോ അപ്പം മാത്രമേ ഏതുണ്ടാവുകയുള്ളൂ? ഈ സൈക്ലോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തൊട്ട് സൈക്ലോൺ ഉണ്ടോ? ഇല്ല. സൈക്ലോൺ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഏത് സിറ്റുവേഷനാണ് സൈക്ലോൺസിന് ഉണ്ടാകേണ്ടത്? ഒരു ലോ പ്രഷർ സിസ്റ്റം സെൻറ്ററിലും ഹൈ പ്രഷർ സറൗണ്ടിങ്സിലും. അപ്പോൾ സറൗണ്ടിങ്സിൽ നിന്നും വേൾ വിൻഡ് വേൾ ടു ദ സെൻറ്ററിലേക്ക് വിൻഡ് ഇങ്ങനെ നമ്മൾ ചുഴലി നമ്മുടെ വെള്ളത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? സറൗണ്ടിങ്സിലുള്ള വെള്ളം ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി ആ ഒരു കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ പറയും ചുഴലി, അതിനകത്ത് പോയാൽ നമ്മൾ അകപ്പെട്ടു പോകും, നമ്മൾ മരിച്ചു പോകും, ഉറപ്പാണ്. അപ്പോൾ ചുഴലിക്കകത്ത് പെട്ടുപോകും. അതേ സിറ്റുവേഷൻ, വെള്ളത്തിലുണ്ടാകുന്ന അതേ സിറ്റുവേഷൻ എവിടെ ഉണ്ടാകുന്നു? അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നു. അറ്റ്മോസ്ഫിയറിൽ ആ സിറ്റുവേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ സറൗണ്ടിങ്സിൽ നിന്ന് വിൻഡ് വേൾ ചെയ്ത് ഈ സെൻറ്ററിലേക്ക് വരിക? സെൻറ്ററിൽ ലോ പ്രഷർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോഴാണ് എന്ത് വരുന്നത്? സറൗണ്ടിങ്സിൽ നിന്നും ഇങ്ങനെ കറങ്ങി വിൻഡ് വന്ന് അകത്തേക്ക് വരിക. അതാണ് സൈക്ലോൺസ്. സൈക്ലോൺസ് ആർ ഓഫ് 2 types,
ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ട്രോപ്പിക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന സൈക്ലോണുകളാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ടെമ്പറേറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന സൈക്ലോൺസ് ആണ് ടെമ്പറേറ്റ് സൈക്ലോൺ. എന്താണ് ട്രോപ്പിക്കൽ ഏരിയയുടെ പ്രത്യേകത? 0 to 30 ഡിഗ്രി, 0 to 30 ഡിഗ്രി നോർത്ത്, 0 to 30 ഡിഗ്രി സൗത്ത്. അതായത് ഇക്വേറ്ററിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ഏറ്റവും ഹോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ട്രോപ്പിക്കൽ ഏരിയ. അവിടെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള സൈക്ലോൺസിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് വിളിക്കും. എന്നാൽ 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിൽ കിടക്കുന്ന ആ ടെമ്പറേറ്റ് സോണില്ലേ, അതായത് മിതോഷ്ണ ഒരു മേഖലയില്ലേ, അവിടെ ഉണ്ടാകുന്ന സൈക്ലോൺസിനെ നമ്മൾ എന്ത് വിളിക്കും? ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് വിളിക്കും. ഈ ട്രോപ്പിക്കൽ സൈക്ലോണും ടെമ്പറേറ്റ് സൈക്ലോണും തമ്മിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ, അതിൻ്റെ ഫീച്ചേഴ്സിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സൈക്ലോൺ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ട്രോപ്പിക്കൽ സൈക്ലോണും ടെമ്പറേറ്റ് സൈക്ലോണും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യണം, നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, സൈക്ലോണിൻ്റെ ഡയറക്ഷൻ കൂടി നമുക്കൊന്ന് പഠിക്കണം. സൈക്ലോണുകളുടെ ഡയറക്ഷൻ ഇവിടെ നോക്കിക്കേ, ഇതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ലോ പ്രഷർ സിസ്റ്റം സെൻറ്ററിലുണ്ട്, ഹൈ പ്രഷറാണ് അതിൻ്റെ സറൗണ്ടിങ്സിൽ. അപ്പോഴാണല്ലോ വേൾ വിൻഡ് ഇങ്ങനെ ലോ പ്രഷർ ഏരിയയായ സെൻറ്ററിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷൻ കൊണ്ടും കോറിയോലിസ് ഫോഴ്സ് കൊണ്ടും ഒക്കെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലോക്കിൽ നമ്മുടെ ക്ലോക്കിൻ്റെ നീഡിൽ വരുന്നതിനെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് എന്ന് പറയുക. ക്ലോക്കിൻ്റെ നീഡിൽ വരുന്നതിന് ഓപ്പോസിറ്റാണ് പോകുന്നെങ്കിൽ നമ്മൾക്കതിനെ എന്ത് വിളിക്കാം? ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വിളിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണുകൾ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നിങ്ങൾ ഈ ഫസ്റ്റ് പിക്ചറിലേക്ക് നോക്കുക, അതായത് അപ്പർ പോർഷനിൽ കിടക്കുന്ന പിക്ചറാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. അവിടെ ആരോ ശ്രദ്ധിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. എന്നാൽ സൗത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോണുകളെല്ലാം ക്ലോക്ക് വൈസ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, സൗത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് കണ്ടോ, ക്ലോക്ക് പോകുന്ന പോലെ തന്നെ ക്ലോക്കിലെ നീഡിൽ പോകുന്ന അതേ രീതിയിലായിരിക്കും കാറ്റുകൾ ഉണ്ടാകുക. അപ്പോൾ എപ്പോഴും സെൻറ്ററിൽ എന്തായിരിക്കും? ലോ പ്രഷർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോണിനെയും ടെമ്പറേറ്റ് സൈക്ലോണിനെയും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ് വിത്ത് ടെമ്പറേറ്റ് സൈക്ലോൺ ആൻഡ് റൈറ്റ് എ നോട്ട്. അപ്പോൾ അത് നമുക്ക് രണ്ട് കോളമായിട്ട് നമുക്ക് എഴുതുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ആദ്യം നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ഓവർ ട്രോപ്പിക്കൽ ഓഷ്യൻ. ട്രോപ്പിക്കൽ ഓഷ്യൻ ഏരിയയിലാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യുക. അതായത് ഇന്ത്യൻ ഓഷ്യനിലൊക്കെയാണത് ഒറിജിനേറ്റ് ചെയ്യുക. ദേ ആർ കമ്പാരിറ്റീവ്ലി ലെസർ ഇൻ ഡയമീറ്റർ ആർ ഡിവാസ്റ്റേറ്റീവ് ദാൻ ടെമ്പറേറ്റ് സൈക്ലോൺ. ടെമ്പറേറ്റ് സൈക്ലോണിനേക്കാളും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ട്രോപ്പിക്കൽ സൈക്ലോണാണ്. പക്ഷേ അതിൻ്റെ ഡയമീറ്റർ വളരെ കുറവായിരിക്കും. നമുക്കറിയാം ഇങ്ങനെ റൗണ്ടിലാണ് ഇത് വീശുന്നത്. അപ്പോൾ അതിന് ഡയമീറ്റർ ഉണ്ടല്ലോ, ഡയമീറ്റർ വളരെ ചെറുതായിരിക്കും. ഡയമീറ്റർ അല്ലേ, റേഡിയസും കൂടി ചേരുന്നതല്ലേ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ ഇങ്ങനെ കറങ്ങിയാണല്ലോ വീശുന്നത്, അതിൻ്റെ ആ ഡയമീറ്റർ അളന്നാൽ അത് ഷോർട്ടായിരിക്കും. പക്ഷേ ട്രോപ്പിക്കൽ ഈ സൈക്ലോണുകൾ വളരെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് മൂവിങ് നോർത്ത് വെസ്റ്റ് ഡിറക്ഷൻ ഓവർ ദ ഓഷ്യൻസ് ഗെറ്റ്സ് ഡിസിപ്പേറ്റഡ് ഇൻ ഹിറ്റിംഗ് ദ ലാൻഡ്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് അത് പോവുക, നോർത്ത് വെസ്റ്റിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കേരളത്തിൽ ഈ പറയുന്ന സൈക്ലോൺസിൻ്റെ എഫക്റ്റ് ഇല്ലാത്തത് നമ്മുടെ പൊസിഷനാണ്. വെസ്റ്റ് ഭാഗത്തേക്ക്, നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയുടെയൊക്കെ പൊസിഷൻ നിങ്ങൾ നോർത്ത് നോക്കിയേ, നോർത്ത് അമേരിക്കയുടെയൊക്കെ പൊസിഷൻ നമ്മുടെ ഗ്ലോബിലെ നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ ഡയറക്ഷൻ, അങ്ങോട്ടാണത് പോവുക. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓവർ ദ ഓഷ്യൻ ഗെറ്റ്സ് ഡിസിപ്പേറ്റഡ് ഹിറ്റിംഗ് ദ ലാൻഡ്. അങ്ങനെ ലാൻഡിൽ പോയി ഹിറ്റ് ചെയ്യും. അങ്ങനെ നീങ്ങി ഓഷ്യനിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ പൊസിഷൻ മാറി അത് ലാൻഡിലെത്തുന്നു. ഓക്കെ, ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ് കോൾസ് ഇൻറ്റൻസ് റെയിൻഫോൾ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ് ഇൻറ്റൻസ് റെയിൻഫോൾ തരിക, ഹെവി റെയിൻഫോൾ കൊടുക്കുക. ആൻഡ് സ്ട്രോങ് വേൾ വിൻസ് എലോങ് ദ കോസ്റ്റൽ ഏരിയയിൽ നല്ല ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. വേൾ വിൻസ് ആണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹ്യൂജ് ഡിസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദേ ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ പേരുകൾ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ് ആൻഡ് ടൊർണാഡോസ്. ഇപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്.
ഹരിക്കെയിൻസ് എന്നും ടൈഫൂൺസ് എന്നും വില്ലീസ് എന്നും ടൊർണാഡോസ് എന്നും ഒക്കെ നമ്മളതിനെ വിളിക്കാറുണ്ട്. ഏറ്റവും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു, ഇൻറ്റൻസ് റെയിൻഫോൾ തരുന്നു, ഓഷ്യൻ്റെ മുകളിലായിരിക്കും ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങി അത് ലാൻഡിനെ ഹിറ്റ് ചെയ്യുന്നു, കോസ്റ്റൽ ഏരിയയിൽ അത് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ഈ കാര്യങ്ങളാണ് എഴുതുക. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ ഏരിയയിലുള്ള ഓഷ്യൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടെമ്പറേറ്റ് സോണിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിനെ പറ്റി പഠിക്കാം. അതായത് 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയ്ക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ടാകാറുണ്ട്. ടെമ്പറേറ്റ് സൈക്ലോൺസ് ആർ ഫോംഡ് ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് വെയർ വാം ആൻഡ് കോൾഡ് എയർ മാസസ് മീറ്റ്. വാം എവിടെ നിന്നാണ് വരിക? ഈ ട്രോപ്പിക്കൽ ഏരിയയിൽ നിന്ന് പോകുന്ന വാം എയറും നമ്മുടെ ഫ്രിജിഡ് ഏരിയയിൽ നിന്ന് വരുന്ന, അതായത് പോളാർ ഏരിയയിൽ നിന്ന് വരുന്ന കോൾഡ് എയർ കൂടി മീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ ഒറിജിൻ ഉണ്ടാവുക. ദേ ആർ ലാർജർ ഇൻ ഡയമീറ്റർ. ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ ഡയമീറ്റർ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ ലാർജ് ഡയമീറ്റർ ആയിരിക്കും, അതിനേക്കാൾ വിശാലമായിരിക്കും അതിൻ്റെ ഈ റൗണ്ട്. ഓക്കെ, ദേ ആർ ലാർജർ ഇൻ ഡയമീറ്റർ ബട്ട് ദേ ആർ ലെസ് ഡിവാസ്റ്റേറ്റീവ്. അതിൻ്റെ ഡിസ്ട്രക്ഷൻ വളരെ കുറവായിരിക്കും. ഡിസ്ട്രക്ഷൻ വളരെ മിനിമം ഡിസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഡയമീറ്റർ വലുതാകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്, ഡിസ്ട്രക്ഷൻ കുറയുന്നത്. ഓക്കെ, അൺലൈക്ക് ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ദീസ് ലോ പ്രഷർ സിസ്റ്റം ക്യാൻ മൂവ് ഓവർ ലാൻഡ് ഓൾസോ. ഇത് ലാൻഡിലേക്കും കടന്നു കയറി ചെല്ലാറുണ്ട്. പക്ഷേ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാക്കുന്നത് പോലുള്ള ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാറില്ല. ലാൻഡിലേക്ക് കുറേ ദൂരത്തേക്ക് അത് പോകും. ട്രോപ്പിക്കൽ സൈക്ലോൺസ് എവിടെയാണ് കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുക? കോസ്റ്റൽ ഏരിയയിലാണ് ഉണ്ടാക്കുക. ലാൻഡിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് ആ സൈക്ലോൺ ഈ കോസ്റ്റൽ ഏരിയ കൊണ്ടങ്ങ് മിക്കവാറും അവസാനിക്കും. ഓക്കെ, എന്നാൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് കുറച്ചുകൂടി അകത്തേക്ക് ലാൻഡിനുള്ളിലേക്ക് പോകാറുണ്ട്. ഓക്കെ, ഡയമീറ്റർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വലിയ ഇൻറ്റൻസ് മഴയൊന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ട്രോപ്പിക്കൽ സൈക്ലോൺ ട്രോപ്പിക്കൽ ഏരിയയിൽ ഉണ്ടാകുന്നു, ടെമ്പറേറ്റ് സൈക്ലോൺ ടെമ്പറേറ്റ് ഏരിയയിൽ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾക്കിതിനെ ഒരു കമ്പാരിസൺ പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? കമ്പാരിസൺ പഠിച്ചു വെക്കുക. അപ്പോൾ സൈക്ലോണ് എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും സൗത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും ആയിരിക്കും. ഇനി നമുക്ക് ആൻറ്റി സൈക്ലോൺസിനെ പറ്റി പഠിക്കാം. ആൻറ്റി സൈക്ലോൺ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സൈക്ലോൺ പഠിച്ച സിറ്റുവേഷൻ്റെ ഓപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ സെൻറ്റർ പോർഷനിൽ എന്തുണ്ടാകണം? ഹൈ പ്രഷർ ഉണ്ടാകണം. സെൻറ്റർ പോർഷനിൽ ഹൈ പ്രഷറും സറൗണ്ടിങ്സിൽ ലോ പ്രഷറും ആകുമ്പോൾ സെൻറ്ററിൽ നിന്നും സറൗണ്ടിങ്സിലേക്ക് കാറ്റ് തിരിഞ്ഞ് വേൾ വിൻഡ് ഇങ്ങനെ തിരിഞ്ഞു വീശുന്നു. അപ്പം ആദ്യത്തേത് ചുഴിഞ്ഞ് അകത്തോട്ടാണ് വരുന്നതെങ്കിൽ ഇത് നേരെ തിരിച്ച് അഴിഞ്ഞു പോകുന്ന പോലാണ് ഇത് വീശുക. ഓക്കെ, അപ്പോൾ സെൻറ്റർ പോർഷനിൽ എന്തായിരിക്കണം? ആൻറ്റി സൈക്ലോൺ ഉണ്ടാകണമെങ്കിൽ ഹൈ പ്രഷർ സെൻറ്ററിൽ. അപ്പോൾ ലോ പ്രഷർ എവിടെയാണ്? സറൗണ്ടിങ്സിലാണ്. അപ്പോൾ ഹൈ പ്രഷറുള്ള സെൻറ്ററിൽ നിന്നും സറൗണ്ടിങ്സിലേക്ക് വേൾ വിൻഡുകൾ ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ? ആൻറ്റി സൈക്ലോൺസ് ആർ ഹൈ പ്രഷർ സിസ്റ്റം ഫ്രം വിച്ച് വിൻഡ് വേൾ ഔട്ട്വാർഡ്. വിൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ടീച്ചറിന് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി. വിൻഡ് എന്നാണ് എഴുതേണ്ടത്. വിൻസ് വേൾ ഔട്ട്വാർഡ്. ഔട്ട്വാർഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട്, ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ് വേൾ വിൻഡുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സെൻറ്റർ പോർഷനിലാണ് ഹൈ പ്രഷർ, സറൗണ്ടിങ്സിലാണ് ലോ പ്രഷർ. മനസ്സിലായല്ലോ? അപ്പോൾ സൈക്ലോണിൻ്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷനാണ് ആൻറ്റി സൈക്ലോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ജനറലി ആൻറ്റി സൈക്ലോൺസ് ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. സാധാരണയായിട്ട് ഈ ആൻറ്റി സൈക്ലോൺ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നില്ല. ആൻറ്റി സൈക്ലോൺ ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. ഒരു പ്രശ്നവും ഇല്ല. ആൻറ്റി സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ. ഇനി അതിൻ്റെ ഡയറക്ഷൻ പറയാം. ഈ ആൻറ്റി സൈക്ലോണുകളെ, അതായത് ഈ തിരിഞ്ഞു വീശുന്ന ഔട്ട്വാർഡ് പോകുന്ന ഈ കാറ്റ്, ഓക്കെ, അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും സൗത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. മറ്റേ സൈക്ലോണിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ഡയറക്ഷൻ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, സൗത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നമുക്ക് അതിൻ്റെയും കൂടെ ഒരു ഡയഗ്രം ഒന്ന് കാണാം കേട്ടോ. ആൻറ്റി സൈക്ലോണുകൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് പോകുന്ന പോലെ തന്നെ, ക്ലോക്കിൻ്റെ നീഡിൽ പോകുന്ന പോലെ തന്നെ ക്ലോക്ക് വൈസ്. എന്നാൽ സൗത്തേൺ ഹെമിസ്ഫിയറിലോ ആൻറ്റി ക്ലോക്ക് വൈസ്. എവിടെയാണ് ഹൈ പ്രഷർ? സെൻറ്ററിലാണ്. അപ്പോൾ സറൗണ്ടിങ്സിൽ എന്താണ്? സറൗണ്ടിങ്സിൽ ലോ പ്രഷറാണ്. അപ്പോൾ വിൻഡ് എങ്ങനെ വീശുന്നു? വിൻഡ് വീശുന്നത് ഔട്ട്വാർഡാണ്. പുറത്തേക്കാണ് വിൻഡ് വീശി പോവുക.
സൈക്ലോൺ ആണെങ്കിലോ ഉള്ളിലേക്കാണ് വിൻഡ് വീശുക, ഇൻവാർഡാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വെതറിൻ്റെ എലമെൻസിൽ അടുത്ത ഇതിലേക്ക് നമുക്ക് വരാം. ഹ്യൂമിഡിറ്റി, കണ്ടൻസേഷൻ, പെർസിപ്പിറ്റേഷൻ, അതിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്ടർ വേപ്പർ റിമെയിൻസ് ഇൻവിസിബിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ടോ? യെസ്, അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ട്, അല്ലേ? ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇതെങ്ങനെ വരുന്നതാണ്? ഇവാപ്രേഷനിലൂടെ സൂര്യൻ്റെ ചൂട് കൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ വാട്ടർ ബോഡീസിൽ വെള്ളം ഇവാപ്രേറ്റ് ആവുകയും അത് ഇൻവിസിബിളായിട്ട് വാട്ടർ വേപ്പർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി ഇപ്പം നമ്മൾ ടീച്ചർ വേർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഇപ്പം ഹ്യൂമിഡിറ്റി ഉണ്ടായി. എന്തുകൊണ്ടാണ്? സൂര്യൻ്റെ ചൂട് കൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഈ അന്തരീക്ഷം മുഴുവൻ ഹ്യൂമിഡിറ്റി ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് കണ്ടൻസേഷനും പെർസിപ്പിറ്റേഷനും ഒക്കെ വന്ന് അത് മഴയായിട്ട് പെയ്യും, അല്ലേ? അപ്പോൾ വാട്ടർ വേപ്പർ റിമെയിൻസ് ഇൻവിസിബിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ദ ഇൻവിസിബിൾ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. ഇപ്പം നമ്മളിപ്പം വേർക്കുന്നപ്പം ഒക്കെ നമ്മൾ വിചാരിച്ചോണം ഹ്യൂമിഡിറ്റി കൂടുതലാണ്, വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുതലാണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല ചൂടുള്ളതാണ്. കാരണം എന്താ? വെള്ളം ചൂടായി അത് വേപ്പറായി പുറത്തോട്ട് വരുന്നതാണ്, അല്ലേ? നമ്മുടെ അടുപ്പിൽ നമ്മുടെ കഞ്ഞി വെക്കുമ്പോൾ നമ്മുടെ വേപ്പർ മുകളിലോട്ട് വരും. ആ വേപ്പർ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം ചൂട് വെള്ളത്തിനകത്ത് കൈയിടുന്നതിനേക്കാളും നമ്മുടെ കൈയും ഒക്കെ പൊള്ളിപ്പോവും. എന്തുകൊണ്ടാണ്? വെള്ളത്തിലെ ആ ചൂടിനേക്കാൾ ഭയങ്കര ചൂടാണ് ഈ വേപ്പറിനെ. അപ്പോൾ വേപ്പർ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വരുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും, അല്ലേ? നമ്മളതപ്പോൾ പറയും ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് പറയും. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി? ദ ഇൻവിസിബിൾ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. നിങ്ങൾ ഓർക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻവിസിബിൾ വാട്ടർ കണ്ടന്റ്, മോയ്സ്ചർ, വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. ഓക്കെ. വാട്ട് ആർ ദ സോഴ്സസ് ത്രൂ വിച്ച് വാട്ടർ വേപ്പർ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ? നമ്മൾ ഈ വാട്ടർ ബോഡീസിൽ കിടക്കുന്ന വാട്ടർ ഇവാപ്രേഷനിലൂടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നാണ്. അതാണ് അതിൻ്റെ ഒരു 80% നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ കാണുന്ന ഹ്യൂമിഡിറ്റി ഇവാപ്രേഷൻ കൊണ്ടാണ്. പക്ഷേ അങ്ങനെ അല്ലാതെയും വാട്ടർ വേപ്പർ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അതുകൂടി നമ്മൾ പഠിക്കണം. ഇവാപ്രേഷൻ, ട്രാൻസ്പിരേഷൻ, സബ്ലിമേഷൻ, ബയോളജിക്കൽ ആൻഡ് ജിയോളജിക്കൽ സോഴ്സസ്. വേറെയും ചെറിയ രീതിയിലൊക്കെ നമ്മുടെ വാട്ടർ വേപ്പർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ചില കാര്യങ്ങളാണ് ട്രാൻസ്പിരേഷൻ. എന്താണ് ഈ ട്രാൻസ്പിരേഷൻ? മരങ്ങൾ വേര് വലിച്ചെടുക്കുന്ന വെള്ളം ആ മരത്തിൻ്റെ തണ്ടിലൂടെ വന്ന് ഇലയിൽ വന്നിട്ട് അവിടുന്ന് ഇവാപ്രേറ്റ് ആകും. ചെറിയ ശതമാനമാണ് കേട്ടോ, കുറച്ച് വെള്ളമേ അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരുന്നുള്ളൂ. എന്നാലും വൃക്ഷങ്ങളുടെ ഇലകളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് ട്രാൻസ്പിരേഷൻ. ഓക്കെ. ഇനി എന്താണ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പർവ്വതങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ പോളാർ ഏരിയയിലും ഒക്കെയുള്ള മഞ്ഞുരുകി വെള്ളം അന്തരീക്ഷത്തിലേക്ക് വരുന്നതാണ് സബ്ലിമേഷൻ. ഇനി ബയോളജിക്കൽ ആൻഡ് ജിയോളജിക്കൽ സോഴ്സസ് എന്താണ്? നമ്മുടെ ജീവികളുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപ്പ് പോലൊക്കെ പുറത്തേക്ക് വരുന്നതും അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ ആൻഡ് ജിയോളജിക്കൽ സോഴ്സസ്. ഓക്കെ. അതുപോലെ ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഭൂമിക്ക് ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന കുറച്ച് വേപ്പർ. ഓക്കെ, അതെല്ലാം കൂടെ ചേർത്തതാണ് ബയോളജിക്കൽ ആൻഡ് ജിയോളജിക്കൽ സോഴ്സസ്. ഇതൊക്കെ ചെറിയ ചെറിയ പെർസെൻറ്റേജേ ഉള്ളൂ. ഇതിലെ വലിയ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവാപ്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവാപ്രേഷൻ, ട്രാൻസ്പിരേഷൻ, സബ്ലിമേഷൻ, ബയോളജിക്കൽ ആൻഡ് ജിയോളജിക്കൽ സോഴ്സസ്. ഓക്കെ. അടുത്ത വാട്ട് ഈസ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? അപ്പോൾ ഹ്യൂമിഡിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇൻവിസിബിൾ ആയിട്ടുള്ള വാട്ടർ വേപ്പർ അന്തരീക്ഷത്തിലുള്ളതിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുക. ഈ ഹ്യൂമിഡിറ്റിയെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഒരു യൂണിറ്റ് വോളിയം. എന്താണ് ഈ യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുക? 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ തിക്നെസ്സും ഉള്ള ഒരു യൂണിറ്റ്. അത്രയും അറ്റ്മോസ്ഫിയറിൽ ആക്ച്വലി എത്ര വാട്ടർ വേപ്പർ ഉണ്ട്? ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ആക്ച്വലി അവിടെ എത്രമാത്രം ഉണ്ട്, അല്ലേ? അപ്പം ആ ഒരു യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ അതിന് നീളം വേണം, വീതി വേണം, കനം വേണം. അപ്പം
ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെയുള്ള ഒരു യൂണിറ്റ് വോളിയം അറ്റ്മോസ്ഫിയറിൽ ആക്ച്വലി എത്ര വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് ഉണ്ട്, അതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എ പെർ യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. Then, what is relative humidity? The ratio between the actual amount of water present in the atmosphere and the total water holding capacity of atmosphere at that particular temperature and time is referred to as relative humidity. കുട്ടികളെ, ഈ വാട്ടർ വേപ്പർ ഒരു അറ്റ്മോസ്ഫിയറിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറിനെയും അത് എത്ര സമയത്തേക്ക് ആ ടൈമിനെയും ബാധിച്ചിരിക്കുന്നു. ഒരു യൂണിറ്റ് വോളിയം നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. 1 മീറ്റർ നീളവും വീതിയും ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ ഭാഗം. ഓക്കെ, അവിടെ എത്രമാത്രം അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ, അതിന് എത്രമാത്രം വാട്ടർ വേപ്പറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, അതിനൊരളവുണ്ടല്ലോ. ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അത്രയും കപ്പാസിറ്റിയിലുള്ള ആക്ച്വലി അവിടെ വാട്ടർ വേപ്പർ കാണണമെന്നില്ല. ടൈം കൂടുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് കൂടുതൽ വാട്ടർ വേപ്പർ വന്നാണ് അവിടെ ഫില്ലാകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ യൂണിറ്റ് വോളിയം ഓഫ് ഇതിനകത്ത് കുറേ കൂടെ വാട്ടർ വേപ്പർ കയറാം. വാട്ടർ വേപ്പർ വന്ന് കയറി ആ യൂണിറ്റ് വോളിയത്തിൽ ഇനിയും വാട്ടർ വേപ്പറിന് കയറാൻ ഇടയില്ലാതെ വരുന്ന ആ ഒരു സന്ദർഭം നോക്കിക്കേ. അതിനെ പറയുന്ന പേരാണ് ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. ഈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എപ്പോഴും നിറഞ്ഞു നിൽക്കണമെന്നുണ്ടോ? അത് നിറയുമ്പോൾ എന്തായി മാറും? അത് കണ്ടൻസേഷനും പെർസിപ്പിറ്റേഷനും ഒക്കെ ഉണ്ടായി മഴ പെയ്യും. ആ കയറുന്നത് വരെയാണ് ഇതിലേക്ക് വന്നു ചേരുന്നത് വരെ അതിനകത്ത് കുറവ് കാണും അല്ലേ. അപ്പോൾ ആക്ച്വലി എത്രയുണ്ട് അതും എത്രമാത്രം അതിനകത്ത് ടോട്ടലി കയറാൻ സാധിക്കും, അതിൻ്റെ കപ്പാസിറ്റി എത്രമാത്രമാണ്, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുക, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. മനസ്സിലായല്ലോ? അത് ടൈം മാറുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് കൂടുതൽ അതിനെ കയറ്റാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതാണ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. മനസ്സിലായല്ലോ? നമ്മൾ ഈ വാട്ടറിനകത്ത് ഉപ്പ് കലക്കുന്നതിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിനകത്തോട്ട് ഉപ്പിടുന്നു, നമ്മൾ അതിനകത്ത് ലയിപ്പിക്കുന്നു. ആ വെള്ളം ചൂടാക്കിയാൽ നമുക്കറിയാം കൂടുതൽ ഉപ്പിനെ ലയിപ്പിക്കാൻ പറ്റും അല്ലേ. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് കൂടുതൽ നേരം നമ്മൾ ചൂടാക്കിയാലും കൂടുതൽ ഉപ്പിനെ ലയിപ്പിക്കാൻ പറ്റും. എന്നാൽ ഒരു സാധാരണ ടെമ്പറേച്ചറിൽ അതിനകത്ത് ലയിക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹ്യൂമിഡിറ്റിയുടെ കാര്യവും. അന്തരീക്ഷത്തിൽ ഒരു യൂണിറ്റ് വോളിയം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ മാറുമ്പോൾ ടൈം കൂടുന്നതനുസരിച്ച് കൂടുതൽ വാട്ടർ വേപ്പറിനെ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ടൈമും ടെമ്പറേച്ചറും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലാക്കിയല്ലോ? അപ്പോൾ എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ atmosphere and the total water holding capacity of the atmosphere at a particular time and temperature is called relative humidity. Relative humidity നമുക്ക് പെർസെൻറ്റേജിൽ അതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? താഴേക്ക് നോക്കുക, അതിൻ്റെ ഫോർമുല. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈക്വൽസ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എത്രയാണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻറ്റു 100. നമുക്കറിയാം അത് പെർസെൻറ്റേജിൽ വരണമെങ്കിൽ ഇൻറ്റു 100 വേണം അല്ലേ. അപ്പോൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, അതായത് ഇപ്പോൾ എന്നാ ഉണ്ട് ആക്ച്വൽ, അത് എഴുതുക. താഴെ എന്ത് എഴുതണം? ആ യൂണിറ്റ് വോളിയത്തിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി താഴെ എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടും. ഈ ഫോർമുല പഠിച്ചോളുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ അളക്കാൻ പറ്റുമോ? അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അളക്കാൻ പറ്റും. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അളക്കാൻ പറ്റും. അതിൻ്റെ ഉപകരണങ്ങളാണ് നിങ്ങളെ കാണുന്നത്. ഹൈഗ്രോമീറ്ററും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും. ഹൈഗ്രോമീറ്റർ ആണ് ഫസ്റ്റ് വൺ, വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ് സെക്കൻഡ് വൺ. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈഗ്രോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഇപ്പം നമുക്ക് ടീച്ചറിന് ഇപ്പോൾ ഒന്ന് അളക്കണമെന്നുണ്ട്, കാരണം ഞാൻ വേർത്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സൗണ്ടിനകത്ത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഫാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി നമുക്ക് അളക്കാം. ഇപ്പോൾ ടീച്ചറിന് ഒരു ഹൈഗ്രോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹ്യൂമിഡിറ്റി എത്രയുണ്ട് എന്നുള്ളത്, അതായത് ഇവിടെ എന്നാ വാട്ടർ വേപ്പർ ഉണ്ട്, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ഈ ഹൈഗ്രോമീറ്റർ കാണിച്ചു തരും. ഓക്കെ, ഹൈഗ്രോമീറ്റർ. ഇനിയും നമുക്ക് ടോട്ടൽ ഈ
ആക്ച്വലി ഉള്ള വാട്ടർ വേപ്പറിൻ്റെ അളവും ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയുമായിട്ടുള്ള ആ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏതു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കണം? വെറ്റ് ആൻഡ് ഡ്രൈ തെർമോമീറ്റർ ഉപയോഗിക്കുക. വെറ്റ് ആൻഡ് ഡ്രൈ തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കാൽക്കുലേഷനൊക്കെ നടത്തി കഷ്ടപ്പെട്ടൊന്നും കണ്ടുപിടിക്കേണ്ട. അതിനുള്ള ഇൻസ്ട്രുമെൻറ്റും നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഹൈഗ്രോമീറ്റർ, വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഓക്കെ, ഇത് രണ്ടും നമ്മൾ നമ്മുടെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് സാച്ചുറേഷൻ ലെവൽ ആൻഡ് സാച്ചുറേഷൻ പോയിൻ്റ്. ഈ രണ്ട് വേർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ നമ്മൾ എവിടേക്ക് പോവുക? നമ്മൾ കണ്ടൻസേഷനിലേക്ക് പോവുക കേട്ടോ. കണ്ടൻസേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ട് പോയിന്റ് മനസ്സിലാക്കണം, ഈ രണ്ട് കീ വേർഡുകൾ മനസ്സിലാക്കണം. സാച്ചുറേഷൻ ലെവൽ എന്താണ്? സാച്ചുറേഷൻ പോയിന്റ് എന്താണ്? ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ ഓർ വാട്ടർ വേപ്പർ ഈസ് നോൺ ആസ് സാച്ചുറേഷൻ ലെവൽ. ഈ ഒരു യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആ പർട്ടിക്കുലർ ടൈമിൽ വാട്ടർ വേപ്പർ വന്ന് കയറി നിറഞ്ഞു. ഇനി ഒരു ചെറിയ വേപ്പറിൻ്റെ ഒരു ചെറിയ മോളിക്യൂളിന് പോലും അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല, അതിനകത്ത് ഫുള്ളായി. അതാണ് സാച്ചുറേഷൻ ലെവൽ. മനസ്സിലായല്ലോ? ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ. ഇനി ഒരു മോയ്സ്ചറിനെ, ഒരു വാട്ടർ വേപ്പറിന് പോലും ആ അറ്റ്മോസ്ഫിയറിലേക്ക് ഇനി കയറാൻ പറ്റുകയില്ല. അത്രയും അത് നിറഞ്ഞു കഴിയുമ്പോൾ അതാണ് സാച്ചുറേഷൻ ലെവൽ. വാട്ടർ വേപ്പർ കൊണ്ട് നിറഞ്ഞു. ഇനി എന്താണ് ഈ സാച്ചുറേഷൻ പോയിന്റ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി സാച്ചുറേഷൻ ലെവൽ ഈസ് അറ്റൈൻഡ് ഈസ് ടേംഡ് ആസ് സാച്ചുറേഷൻ പോയിന്റ്. ഏത് ടെമ്പറേച്ചറിൽ, 30 ഡിഗ്രിയിലാണോ, 28 ഡിഗ്രിയിലാണോ, 36 ഡിഗ്രിയിലാണോ, ഏത് ഡിഗ്രിയിലാണ് ഈ അറ്റ്മോസ്ഫിയർ ആ സാച്ചുറേഷൻ ലെവൽ എത്തിയിരിക്കുന്നത്, ഏത് ടെമ്പറേച്ചറിലാണ്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ നമ്മൾ 30 ഡിഗ്രിയിലാണ് സാച്ചുറേഷൻ ലെവൽ കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചു, അതിനകത്ത് വേപ്പർ നിറഞ്ഞു. പക്ഷേ ടെമ്പറേച്ചർ 31 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ആ വായു ഒന്നുകൂടി വികസിക്കുന്നത് കൊണ്ട് വീണ്ടും അതിലേക്ക് കയറ്റാം. നമ്മൾ വാട്ടർ ചൂടാക്കിയതുപോലെ തന്നെ ടെമ്പറേച്ചർ മാറിയാൽ കൂടുതലും വാട്ടർ വേപ്പറിന് കയറാൻ പറ്റും. അപ്പോൾ ഏത് ടെമ്പറേച്ചർ പോയിന്റിൽ അത് നിറഞ്ഞു. ഓക്കെ, അതൊരു പെർമനൻറ്റ് സിറ്റുവേഷൻ അല്ല. ടെമ്പറേച്ചർ മാറുമ്പോൾ വീണ്ടും കയറാം, വീണ്ടും അതിലേക്ക് വാട്ടർ വേപ്പറിന് കയറാൻ പറ്റും. അപ്പോൾ ആ ടെമ്പറേച്ചറിനെയാണ് 30 ഡിഗ്രിയിലാണ് സാച്ചുറേഷൻ ലെവൽ എത്തിയെങ്കിൽ ആ 30 ഡിഗ്രിയെ നമ്മൾ എന്ത് വിളിക്കും? സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി സാച്ചുറേഷൻ ലെവൽ ഈസ് അറ്റൈൻഡ് termed as saturation point. When the atmosphere is fully saturated with water vapor, എന്ത് സംഭവിക്കാൻ തുടങ്ങും? കണ്ടൻസേഷൻ. അവിടെയാണ് കണ്ടൻസേഷൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ വേപ്പർ അതിൻ്റെ സാച്ചുറേഷൻ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? കറുത്ത മേഘങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ക്ലൗഡും ഒക്കെ എന്താണ്? കണ്ടൻസേഷനാണ്. കണ്ടൻസേഷൻ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടൻസേഷനും പെർസിപ്പിറ്റേഷനും പഠിക്കാം. ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, അതോടെ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് തീരും. അപ്പോൾ ലോക്കൽ വിൻഡ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വേരിയബിൾ വിൻഡ് പറഞ്ഞു, സൈക്ലോണുകൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി എന്താണെന്ന് പറഞ്ഞു, ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ള ഈ ഇൻസ്ട്രുമെൻസിനെ പറ്റി പറഞ്ഞു, സാച്ചുറേഷൻ ലെവൽ എന്താണെന്ന് പറഞ്ഞു, സാച്ചുറേഷൻ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ടീച്ചറിൻ്റെ വീഡിയോ പല പ്രാവശ്യം കണ്ടു പഠിക്കുക. നമ്മുടെ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം, A+ മാർക്കിലേക്ക് എത്തണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് റിവിഷനോടി പയ്യെ സ്റ്റാർട്ട് ചെയ്തോളുക. ഓക്കെ, നമ്മുടെ ഹ്യൂമനിസം ഒക്കെ നന്നായിട്ട് പഠിച്ചോണം. അതിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലിയോ അല്ലെങ്കിൽ ചാനലിലോ നമുക്ക് കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.